ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1 kg വെയിറ്റ് വരുന്ന വാഞ്ചോ കേക്കിൻ്റെ ഡിസൈനിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇത് കസ്റ്റമർ ഇതിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നും തന്നിട്ടില്ലായിരുന്നു. എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേക്ക് ഇന്ന് രാവിലെ തന്നെ ഓർഡർ തന്നിട്ടുള്ള കേക്കാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് വരെ പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പഞ്ച് മാത്രം ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം 6:30-ക്കായിരുന്നു അവർക്ക് കേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് സ്പഞ്ച് മാത്രം ഉണ്ടാക്കി വെച്ച് പോവുക ചെയ്തത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഒരു മണിക്കൂർ അത്രേ എനിക്ക് സമയം ഉണ്ടായുള്ളൂ. അപ്പോൾ വന്നപാടെ തന്നെ പെട്ടെന്ന് ചെയ്തതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അവർ 6:30-ക്ക് തന്നെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു. ഞാനിതിൻ്റെ ഷുഗർ സിറപ്പും ചോക്ലേറ്റ് ഗനാഷൊക്കെ ആക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ 5:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ വേഗം കേക്ക് ഒട്ടും തണുത്തിട്ടൊന്നുമില്ലായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഒരു ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് കേക്ക് ഒട്ടും തണുത്തിട്ടില്ല, ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് അതിന് ശേഷം വേണം കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കേക്ക് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ഭാഗത്ത് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കേണ്ടതുകൊണ്ട് മുകളിൽ അത്ര ഫിനിഷ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് അപ്പം തന്നെ എടുത്ത് ഫൈനൽ കോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6:30 മണി പറഞ്ഞതല്ലേ, അപ്പോൾ ഇനി അരമണിക്കൂർ മാത്രമേ സമയമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിത് ചെയ്തെടുക്കുകയാണ്. എനിക്ക് സ്ഥിരമായി ഓർഡർ തരുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറയാനും പറ്റില്ലായിരുന്നു. എനിക്ക് സ്ഥിരമായി ഓർഡർ തരുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പറ്റില്ല എന്ന് പറയാനും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പ് ചോക്ലേറ്റും 1 കപ്പ് ക്രീമും കൂടി ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ചോക്ലേറ്റ് ചേർത്ത് നമുക്ക് കുറച്ചുകൂടി തിക്കാക്കി എടുക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അളന്നെടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂ, അല്ലാതെ നമ്മൾ കപ്പിലെടുക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലൂസാണെന്ന് തോന്നിയാൽ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത് ഒന്നും കൂടി മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ പിന്നെ വേഗം തന്നെ കേക്കിന് ബോർഡറും കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്കിൻ്റെ ടോപ്പർ, ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് 2 എന്നുള്ള നമ്പർ ടോപ്പറും കൂടി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വൈകുന്നേരം വരുന്ന വഴി അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ബോർഡറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ അതവിടെ വെച്ചാൽ നമുക്ക് 2 എന്നുള്ള നമ്പർ കുറച്ച് ഇതിനേക്കാൾ വലിയതായതുകൊണ്ട് അത് അങ്ങനെ പെട്ടെന്ന് കാണില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി എടുത്ത് അത് കുറച്ച് മുന്നിൽ കുത്തി വയ്ക്കുന്നുണ്ട്. 2 എന്നുള്ള നമ്പർ അതിൻ്റെ ബാക്കിലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഫോണ്ടൻറ്റിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. എനിക്ക്
എന്താ മോൾഡിലൊന്നും പേരെഴുതിയിട്ട് കൊടുക്കാനുള്ള നേരം ഉണ്ടായില്ല. അതിലാകുമ്പോൾ ഫ്രീസറിലൊന്ന് സെറ്റാകാനൊക്കെ വെക്കണ്ടേ. അപ്പോൾ എനിക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഫോണ്ടൻറ്റിൽ തന്നെ പേരെഴുതിയിട്ട് വെച്ചു. പിന്നെ ഷുഗർ ബോൾസ് വൈറ്റ് കളറുള്ളത് അതിൻ്റെ മുകളിൽ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഇട്ട് കൊടുത്ത് കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.